നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്ന് മഞ്ചേശ്വരത്ത് സ്ഥാനാർത്ഥി SDPI നിർത്തി BJP ജയിപ്പിക്കാനാണെന്ന് പറഞ്ഞുകൊണ്ട് UDF സൈബർ പോരാളികൾ സോഷ്യൽ മീഡിയയിൽ തകർക്കുന്ന ഞാൻ കാണാനിടയായി. എനിക്ക് UDF സൈബർ പോരാളികളോടും നേതാക്കളോടും പറയാനുള്ളത്, മഞ്ചേശ്വരമല്ലാതെ BJPക്ക് ജയസാധ്യതയുള്ള ഒരു 5 മണ്ഡലം ഞാൻ പറഞ്ഞു തരാം. അതിൽ ഒന്നാമത്തത് തിരുവനന്തപുരം ജില്ലയിലെ നേമം മണ്ഡലമാണ്. നേമം മണ്ഡലത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഇടതുപക്ഷമാണ്, LDF ആണ്. അവിടെ രണ്ടാം സ്ഥാനം BJP ആണ്. UDF അവിടെ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന UDF അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ചാത്തന്നൂർ മണ്ഡലം. ചാത്തന്നൂർ മണ്ഡലത്തിലും LDF ഒന്നാം സ്ഥാനവും രണ്ടാം സ്ഥാനം. അപ്പോഴേ ഈ ചാത്തന്നൂർ മണ്ഡലത്തിൽ ഞാൻ പറഞ്ഞ പോലെ ചാത്തന്നൂർ മണ്ഡലത്തിൽ LDF ആണ് ഒന്നാം സ്ഥാനം. രണ്ടാം സ്ഥാനം അവിടെ വരുന്നതും BJP ആണ്. അവിടെയും മൂന്നാം സ്ഥാനത്തിലേക്ക് മത്സരിക്കുന്നത് കോൺഗ്രസ് ആണ്. അതുപോലെ തന്നെ ആറ്റിങ്ങൽ മണ്ഡലത്തിലും ഒന്നാം സ്ഥാനം LDF, രണ്ടാം സ്ഥാനം BJP, മൂന്നാം സ്ഥാനം അവിടെ കോൺഗ്രസ് മത്സരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വട്ടിയൂർക്കാവ് മണ്ഡലം, തിരുവനന്തപുരം ജില്ലയിൽപ്പെട്ട തന്നെ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ ഒന്നാം സ്ഥാനം LDF, രണ്ടാം സ്ഥാനം BJP, അവിടെയും മൂന്നാം സ്ഥാനത്താണ് UDF മത്സരിക്കുന്നത്. അതുപോലെ തന്നെയാണ് മലമ്പുഴ മണ്ഡലത്തിലും ഒന്നാം സ്ഥാനത്ത് LDF, രണ്ടാം സ്ഥാനം BJP, അവിടെയും മൂന്നാം സ്ഥാനം UDF മത്സരിക്കുന്നുണ്ട്. അപ്പോൾ SDPIയുടെ മുതുകത്ത് കയറുന്ന UDFകാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ BJP വരാതിരിക്കാനാണെങ്കിൽ ഈ മണ്ഡലങ്ങളിൽ എന്തുകൊണ്ട് നിങ്ങൾ സ്ഥാനാർത്ഥിയെ നിർത്തി? BJP സഹായിക്കാൻ വേണ്ടിയില്ല നിങ്ങളവിടെ സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്നത്. ഇതിന് മറുപടി പറ. അപ്പോൾ BJPയുടെ B ടീം ആരാണെന്നുള്ളത് കേരളത്തിലെ ജനം പറയട്ടെ. ജനങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് അവർ സംസാരിക്കട്ടെ, ആരാണ് BJPക്ക് വേണ്ടി കേരളത്തിൽ പ്രവർത്തിക്കുന്നതെന്ന്.